ദഹിപ്പിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിവിടെ പൊതുശ്മശാനത്തിൽ, പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കുകയാണ്. മതപരമായ ചടങ്ങുകളൊന്നും ഇല്ലെങ്കിൽ പോലും അച്ഛനോടൊപ്പം സാഹിത്യരംഗത്ത് നടന്നവർ, പണ്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്നവരൊക്കെ സുഹൃത്തുക്കളായ പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവർ അച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് 2 വാക്ക് പറയണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും അതിന് വേണ്ടിയിട്ട് പറയാനുള്ളൊരു അവസരമായി ഇത് വിനിയോഗിക്കണം. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ ചെവി ഓർക്കുന്നു എന്നുള്ള അവസരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. സഖാവ് സ്റ്റീഫൻ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. വ്യക്തിപരമായി ഞങ്ങൾ പരിചയപ്പെടുന്നത് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ്. നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അറിയാവുന്നതുപോലെ കോട്ടയം ജില്ലയിലെ കങ്ങഴയിൽ ജനിച്ചു വളർന്ന ആളാണ് സഖാവ് സ്റ്റീഫൻ. വളരെ ചെറുപ്പകാലത്ത് ഇടുക്കി ജില്ലയിലെ പാറത്തോട്, അടിമാലി പാറത്തോടിനടുത്തുള്ള വെള്ളത്തോടിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം കുടിയേറിയതാണ്. ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത്. 1967 ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ വളരെ വലിയ തോതിൽ സ്വാധീനിച്ച പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു കർഷക കലാപത്തിൻ്റെ പേരിലാണ് നക്സലൈറ്റുകൾ അറിയപ്പെടുന്നത്. ഇത് കർഷകരുടെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിന് സായുധ സമരം ആവശ്യമാണ് എന്ന് 1968 തലശ്ശേരി, പുൽപ്പള്ളി 2 പ്രദേശങ്ങളിൽ നടന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുകൊണ്ടാണ് കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ ബോംബ് എറിഞ്ഞത്, തലശ്ശേരി പോലീസ് സ്റ്റേഷന് നേരെ ആദ്യത്തെ ബോംബ് എറിഞ്ഞത് സഖാവ് വെള്ളത്തോൾ സ്റ്റീഫനാണ്. അത് അദ്ദേഹത്തിന് 19 വയസ്സേ പ്രായമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒളിവിലായിരുന്നു. ഒളിവിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് വളരെ ത്യാഗപൂർണമായ സമരങ്ങൾ നയിക്കുകയും ചെയ്ത അദ്ദേഹം 1971 പോലീസ് പിടിയിലായി. അതിനു മുൻപ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് വർഗീസ് രക്തസാക്ഷിയായിരുന്നു 1970 ഫെബ്രുവരി മാസം 18 പലരും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ടാകും. 1971 മുതൽ ജയിലിൽ കഴിഞ്ഞിരുന്ന വെള്ളത്തോൾ സ്റ്റീഫൻ മാത്രമല്ല, സഖാക്കൾ അജിത, MN രാവുണ്ണി, അലക്സാണ്ടർ, ഫിലിപ്പം പ്രസാദ്, ഭാസ്കരൻ, നിരവധി സഖാക്കളുണ്ടായിരുന്നു. കാലാവധി കഴിഞ്ഞിട്ടും, തടവ് കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ അവരെയൊന്നും വിട്ടയക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 1984 കേരളത്തിലെ അറിയപ്പെടുന്ന പുരോഗമനകാരികൾ, പൗരാവകാശ മനുഷ്യാവകാശ പ്രവർത്തകർ കാലാവധി കഴിഞ്ഞ ഈ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രസ്ഥാനം ആരംഭിച്ചു. അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കാലത്ത് കേരളത്തിലെ ആദ്യത്തെ സ്പീക്കറായിരുന്ന R ശങ്കരനാരായണൻ തമ്പി എന്നയാളായിരുന്നു. അദ്ദേഹം മാവേലിക്കര കോവിലകത്ത് നിന്നുള്ള ആളാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, ആദ്യത്തെ സ്പീക്കറാണ്. KVK വാര്യർ എന്ന് പറയുന്ന അന്നത്തെ ഒരു MLA ആയിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന മറ്റൊരാൾ. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ തുടർന്നാണ് 1984 അവസാനം അദ്ദേഹം ജയിലിൽ നിന്ന്, സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിൽ വിമോചിതരാകുന്നത്. ഞാനിതൊക്കെ പറയുന്നത് ഒരു വലിയ ചരിത്രം ഇദ്ദേഹത്തോടൊപ്പം നടന്നിരുന്നു എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 84 അദ്ദേഹം ഇതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നത് മാലതി എന്ന അയൽ വീട്ടിൽ അടുത്ത് താമസിക്കുന്ന ആളായിരുന്നു. ഞാനും രവി അവിടെ ഇരിക്കുന്ന തൊടുപുഴക്കാർ, ഞങ്ങൾ 2 പേരുമായിരുന്നു രജിസ്റ്റർ ഓഫീസിൽ ഇവരുടെ വിവാഹത്തിൻ്റെ സാക്ഷികളായി ഒപ്പിട്ടിട്ടുള്ള ആളുകൾ. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആരോഗ്യം വളരെ മോശമായിരുന്നു സഖാവ് സ്റ്റീഫൻ്റേത്. അദ്ദേഹത്തിന് കയ്യിൽ നേരത്തെ തന്നെ എല്ലിന് ബാധിച്ച ഒരു അർബുദ ബാധയെ തുടർന്ന് ഒരു സ്റ്റീൽ റോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റ് ശാരീരിക അവശതകൾ കൊണ്ട് നടക്കാനാവാത്തൊരവസ്ഥയിലായിരുന്നു. അന്ന് സഖാവ് സുശീലനാണ് ഈ സ്റ്റീഫനെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. സുശീലനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ സഖാവ് സ്റ്റീഫൻ്റെ ആരോഗ്യ പ്രശ്നത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്ന ആളുകൾ.
അത് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം പ്രത്യക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആത്മകഥാപരമായ കുറിപ്പുകൾ, സൈദ്ധാന്തികമായ രചനകൾ, നോവലുകൾ, ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തുടർന്നുള്ള കാലത്ത് അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നത് ഒരു തയ്യൽ കട നടത്തിയിട്ടാണ്. പല സുഹൃത്തുക്കളും അദ്ദേഹത്തെ അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇടക്കാലത്ത് കുറച്ചു കാലത്തേക്ക് അദ്ദേഹം ഈ വിപ്ലവ പാതയിൽ നിന്ന്, വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ നിന്ന് മാറുകയും സുവിശേഷ പ്രവർത്തകനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അദ്ദേഹം സുവിശേഷ പ്രസംഗം നടത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ കാലയളവിന് ശേഷം അദ്ദേഹം അതിൽ നിന്ന് വിട്ടു, സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങി. മറിച്ച് പിന്നീട് എഴുത്ത് മാത്രമായി അദ്ദേഹം തുടരുകയാണ് ചെയ്തത്. സമീപകാലത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിനൊരു മകളുണ്ട്. മകൾ ദ്യുതിയാണ്. ആ കുട്ടിയെ വളരെ കുഞ്ഞുകാലം മുതൽ നമുക്കറിയാം. തൊടുപുഴയിലും മുട്ടം എന്ന് പറയുന്ന, തൊടുപുഴയ്ക്ക് അടുത്തുള്ള മുട്ടം എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ്, അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഈ കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞിൻ്റെയും വളർച്ചയിലും അതിൻ്റെ വിദ്യാഭ്യാസത്തിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ വളരെ താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് നിങ്ങൾക്കറിയാവുന്നതുപോലെ അയർലൻഡിൽ നിന്ന് നഴ്സായി ജോലി ചെയ്യുകയാണ്. ആ കുട്ടിയും ആ കുട്ടിയുടെ ഭർത്താവുമൊക്കെ സഖാവ് സ്റ്റീഫൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തെ നിലനിർത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അദ്ദേഹത്തിന് തലച്ചോറിൻ്റെ അർബുദബാധയുണ്ടായിരുന്നു. ഇവിടെ പെരുമ്പാവൂരിനടുത്ത് രാജഗിരി ഹോസ്പിറ്റലാണ് അദ്ദേഹത്തെ ചികിത്സിച്ചത്. 10-14 റേഡിയേഷനുകൾ കഴിഞ്ഞു. ഒരു ശസ്ത്രക്രിയയ്ക്ക് സാധ്യമല്ലാത്ത വിധം ഗുരുതരമായൊരു രോഗബാധയാണ് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അവസാനത്തെ റേഡിയേഷൻ കഴിയുമ്പോഴും 6-7 മാസത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഈ ആരോഗ്യസ്ഥിതിയിൽ പ്രയാസമാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ആ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ്, അവരുടെ കുടുംബം, അവർ വളരെ ഏറ്റവും മാനുഷികമായ രീതിയിൽ അദ്ദേഹത്തെ പരിചരിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ അന്തരിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതിൽ വളരെ വിക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാളാണ് സ്റ്റീഫൻ. തീരെ കുറഞ്ഞയാളല്ല അദ്ദേഹം. രാഷ്ട്രീയത്തിൽ നമ്മൾ മറ്റു പലതുമായി താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും തിന്മയുടേതായ ഒരു അംശം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായമുള്ളവരുണ്ടാവാം, അതവിടെ നിൽക്കട്ടെ. വ്യക്തിപരമായ ഉത്കർഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുള്ള ഒരാളല്ല അദ്ദേഹം. വ്യക്തി ജീവിതത്തിന് പരിപൂർണമായും ത്യജിച്ചുകൊണ്ട് സമ്പൂർണമായൊരു ജീവിതം നയിച്ച ഒരാൾ, നന്മയുടെ വെളുപ്പ് മാത്രം മനസ്സിലെപ്പോഴും സൂക്ഷിച്ച ഒരാൾ, മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹത്തിൽ നിന്ന് അക്രമ പ്രവർത്തനത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞ ഒരാൾ. മനുഷ്യസ്നേഹമാണ് അദ്ദേഹത്തെ അതിനു വേണ്ടി നയിച്ചിട്ടുള്ളത്. സ്റ്റീഫന് മുൻപിൽ കേരള ചരിത്രം അത് ശിരസ് നമിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റീഫൻ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന എല്ലാ സഹാക്കൾക്കും മുൻപിൽ ഇന്ന് നമ്മൾ സ്റ്റീഫനോട് വിട പറയുകയാണ്. ഒപ്പം നമ്മുടെ മനസ്സിൽ ഇത് ഏത് തരത്തിലുള്ളൊരു മനുഷ്യനാണ് നമ്മളെ വിട്ടുപോകുന്നത് എന്ന ഒരു ഓർമ്മ സൂക്ഷിക്കുന്നത് നമ്മുടെ തന്നെ മനുഷ്യത്വത്തിനെ കുറച്ചുകൂടി ഉയർന്ന വിധാനത്തേക്ക് ഉയർത്താൻ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സഖാവ് സ്റ്റീഫൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന ലോകവിമോചനത്തെ സംബന്ധിച്ച്, സമത്വത്തെ സംബന്ധിച്ച് ഞാനിപ്പോഴും ഏറ്റവും മഹത്വപൂർണ്ണമെന്ന് കരുതുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവിതം ചെലവഴിച്ച ആ മനുഷ്യന് ഞാൻ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ന്യൂസിലൻഡിലാണ് വീട് തിരുവനന്തപുരം. സ്റ്റീവനായിട്ട് എനിക്ക് ബന്ധം 73 മുതലുണ്ട്. സ്റ്റീഫന അസുഖമായി ആയുർവേദ കോളേജ് കൊണ്ടുവരുമ്പോൾ അവിടെ പോയി സ്ഥിരമായി കാണുന്ന ഇതുണ്ടായിരുന്നു. അദ്ദേഹം ജയിലിനകത്തു നിന്നും എഴുതുന്ന ലേഖനങ്ങൾ നിങ്ങൾ റെഡ് ലൈൻ വഴി അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം 84 ലാസ്റ്റിൽ പുറത്തു വരുന്ന സമയത്ത്
മെഡിക്കൽ കോളേജിലായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും വിട്ടു എന്നുള്ള ഒരു അറിയിപ്പ് മാത്രം. അതിനിടയ്ക്ക് തന്നെ പോലീസും എസ്കാർഡും എല്ലാം പിന്മാറിപ്പോയി. അദ്ദേഹം ഒറ്റയ്ക്കായി. അപ്പോഴാണ് അവിടെ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ വിളിച്ച് പറയുന്നത് ഇങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പണായിട്ട് കാണാനുള്ള ഒരു സാഹചര്യം അപ്പോഴാണ് കിട്ടുന്നത്. കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ട്, ഒരു കാലിൽ പ്ലാസ്റ്റർ ഉണ്ട്. പ്രാഥമിക കർമ്മം പോലും നടത്താനായിട്ട് ബുദ്ധിമുട്ടുള്ള ഇതാണ്. ആ സമയത്താണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ചികിത്സിച്ചത്. അതേ സമയത്ത് തന്നെ അദ്ദേഹം ധാരാളം ലേഖനങ്ങളും നോവലുകളും എഴുതിയിരുന്നു. ഈ നോവലുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കുങ്കുമം പത്രാധിപരെ പല സമയത്തും കൊല്ലത്ത് പോയി കണ്ടിട്ടുണ്ട്. 1 2 അത് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് അത് ബുക്കായി എല്ലാം പുറത്തു വന്നത്. അദ്ദേഹത്തിന് അവസാനമായി ഞാൻ കാണുന്നത് ഇപ്പോൾ അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ വിപ്ലവ അഭിവാദനങ്ങൾ. ഞാൻ നമസ്കാരം. എൻ്റെ പേര് ആത്മാനന്ദൻ. അദ്ദേഹത്തെ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും മുതിർന്നപ്പോൾ വായിച്ചും മനസ്സിലാക്കിയും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുമാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടി വിവിധ ആളുകളെ കണ്ട് ഒരു പഠനം പോലെ നടത്തുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ജനതയുടെ നമ്മളെയൊക്കെ എന്തിന് കൊള്ളാമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോകുന്നത്. അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി സ്വന്തം ജീവിതം എത്രയോ ത്യാഗപൂർണമായി 15 വർഷത്തോളം കാലം ജയിലിൽ കിടന്ന് അധികാരിവർഗത്തിൻ്റെയും പോലീസിൻ്റെയും എത്രയോ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇന്നിവിടെ ഒന്നുമില്ലായ്മയിൽ തൻ്റെ ജീവിതം ഒരു ജനതയ്ക്ക് സമർപ്പിച്ച് ഇന്നത്തെ നമുക്കറിയാം, ഇന്നത്തെ രാഷ്ട്രീയക്കാരും ഇന്നത്തെ നമ്മുടെ സാമുദായിക സാംസ്കാരിക നേതാക്കളെന്നൊക്കെ പറയുന്നവർ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതവും ഈ കിടക്കുന്ന മനുഷ്യൻ്റെ ജീവിതവും നാം മനസ്സിലാക്കണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് ശരിയായ ജീവിതം, നാം എന്താണ് കൊണ്ടുപോകുന്നത്. വളരെ എന്താ പറയുക, ഇത്തരം ആളുകളെ നമ്മുടെയൊക്കെ മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ഇദ്ദേഹത്തെയൊക്കെ ഉയർത്തിപ്പിടിച്ച ചെറിയ ആശയങ്ങൾ ഉറക്കെ ഒന്ന് പറയാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും ഈ നാട് എത്ര മഹത്തരമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു മകനെ പോലെ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പറയുവാൻ ഉറക്കെ ശബ്ദിക്കുവാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കഴിയണം, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയണം. അതിനാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ജീവിതം ഇങ്ങനെ ഹോമിച്ചിട്ടുള്ളതെന്ന് പറയുന്ന ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിൽ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന് ഞാൻ ഒരു സംഘടനയിലുള്ള ആളല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തീർച്ചയായും എന്നാൽ കഴിയുന്ന വിധം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചെയ്യുമെന്നുകൂടി ഇദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പേര് മാത്യു ജോസഫ് തായങ്കരിയിൽ. ഞങ്ങൾ ചേലച്ചോട് കത്തിപ്പാറ കീരത്തോട് പ്രദേശത്താണ് താമസിക്കുന്നത്. സ്റ്റീഫൻ ചേട്ടൻ ആദ്യമായി ചേലച്ചോട്ടിൽ വന്ന് ഒരു തയ്യൽ ജോലിയായിട്ടാണ് അവിടെ വന്നത്. ഞങ്ങളൊക്കെ അന്ന് സഹകരിച്ചെങ്കിലും എല്ലാവരും അന്ന് അത്ര സഹകരണമൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം സ്റ്റീഫൻ ചേട്ടൻ തയ്യൽ ജോലിയെല്ലാം നിർത്തിയതിന് ശേഷം കന്നുകാലി വളർത്തൽ തുടങ്ങി. ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗ്ഗമായി സ്റ്റീഫൻ ചേട്ടൻ അങ്ങനെ കന്നുകാലി വളർത്തലൊക്കെ ആയി ഇരിക്കുന്ന സമയത്ത് കത്തിപ്പാറ യാക്കോബ പള്ളിയിലൊരു അച്ഛനും വരികയും എല്ലാ വെള്ളിയാഴ്ചയും അവിടെ പ്രാർത്ഥനായോഗങ്ങൾ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പോവുകയും സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കാലയളവിൽ ഈ കുഞ്ഞിക്കൊച്ചു ദുരിയും മാലതി ചേച്ചിയും നിരന്തരമായ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി പല സഭകളിലുള്ള അച്ഛന്മാരും പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള എല്ലാ ആത്മീയ സുഹൃത്തുക്കളും സ്റ്റീഫൻ ചേട്ടനെ ചെന്ന് സുവിശേഷകരിലേക്ക് വരണമെന്ന് ക്ഷണിച്ചിട്ട് ഒരിക്കൽ പോലും സ്റ്റീഫൻ ചേട്ടൻ ചെന്നിരുന്നില്ല. എന്നാൽ ഫാദർ മത്തായി തെക്കേടം നിരന്തരമായി സ്റ്റീഫൻ ചേട്ടനുമായി സമ്പർക്കം പുലർത്തുകയും അങ്ങനെ ഒരു ദിവസം എന്തായിരുന്നാലും അച്ഛൻ്റെ ഒരു ദിവസത്തെ ഒരു പ്രസംഗത്തിൽ കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു മീറ്റിങ്ങിൽ സംസാരത്തിൽ കൂടി സ്റ്റീഫൻ ചേട്ടനോട് ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടിയാണ് മരിച്ചത്,
എന്നാൽ സ്റ്റീഫൻ ചേട്ടനും അതിനുവേണ്ടിയാണ് മരിച്ചത്. പക്ഷേ സ്റ്റീഫൻ ചേട്ടനോട് യേശു ക്രിസ്തു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാ ഒരു വാക്ക് സ്റ്റീഫൻ ചേട്ടനെ ക്ലിക്ക് ചെയ്യുകയും സ്റ്റീഫൻ ചേട്ടൻ അച്ഛനുമായി സഹകരിച്ച് അന്നു മുതൽ ഞങ്ങളുടെ പള്ളിയിൽ യാക്കോബ പള്ളിയിൽ പ്രസംഗം വരികയും സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് അച്ഛനും വേറെ ചില ബ്രദർമാരൊക്കെ കൂടി തിരുനക്കര മൈതാനിയിൽ വെച്ച് ആദ്യമായി ബൈബിൾ കൊടുക്കുകയും അവിടെ വെച്ച് സുവിശേഷ പ്രസംഗം ആരംഭിച്ചു. അതിനുശേഷം അവർ സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സ്റ്റീഫൻ ചേട്ടൻ ഗൾഫ് നാടുകളിലേക്കൊന്ന് പോയി അവിടെ ചെന്ന് IGM എന്നൊരു സംഘടനയായിട്ട് ബന്ധപ്പെട്ടു. തിരിച്ച് അവരവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു സ്റ്റീഫൻ ചേട്ടൻ ഇടുക്കി ജില്ലയിൽ IGMൻ്റെ സുവിശേഷ വേല പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലുള്ളവരൊക്കെ സഹകരിച്ച് ഞങ്ങളൊരു സുവിശേഷ സംഘടന അവിടെ രൂപീകരിച്ചു. അതിനുശേഷം സ്റ്റീഫൻ ചേട്ടന് ആ വേലയുമായി ആ സുവിശേഷ വേലയുമായി ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ നിന്നല്ല കേരളത്തിലെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ പോവുകയും പ്രസംഗിക്കുകയും അനേക ആളുകളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തൊക്കെ വളരെ തീവ്രതയോടുകൂടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം ഒരു പ്രത്യേക ഞങ്ങളുടെ പള്ളി യാക്കോബായ പള്ളി ഓർത്തഡോക്സ് പള്ളി രണ്ടായിട്ട് തിരിഞ്ഞ് 2 പള്ളിയായി അവിടെ മാറുകയും ഞങ്ങൾ എല്ലാം ഓർത്തഡോക്സ് വിഭാഗത്തിലും മറ്റുള്ള യാക്കോബ വിഭാഗത്തിലും നിന്നു. സ്റ്റീഫൻ ചേട്ടനും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഓർത്തഡോക്സ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിന്നു. അതിനുശേഷം പിന്നീട് ഒരു സുപ്രഭാതത്തിൽ സ്റ്റീഫൻ ചേട്ടൻ ഇങ്ങനെ ഒരു ആത്മീയമായ കാര്യങ്ങൾ ഇടപെടാതെ വീണ്ടും സഭയിൽ നിന്നെല്ലാം മാറി നീങ്ങുകയും വീണ്ടും തയ്യൽ ജോലിയൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോയി. ഞങ്ങളൊക്കെ ഏറ്റവും സ്നേഹിക്കുകയും ഞങ്ങളെയൊക്കെ ഒത്തിരി ഞങ്ങളുടെ പ്രദേശത്തും ഞങ്ങളുടെ വിവിധ മേഖലകളിൽ അനേക ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഷീറ്റ് മേടിച്ച് കൊടുക്കാനും ഒത്തിരിയേറെ കാര്യങ്ങൾ ആത്മീയമായ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ വീടുകളിലൊക്കെ പോവുകയും ദീർഘകാലം ഞങ്ങൾ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു. ഞങ്ങളൊക്കെ ജനിച്ചപ്പം മുതൽ ക്രിസ്ത്യ വിഭാഗത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ പോലും അദ്ദേഹം വന്ന് ആ ബൈബിൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കി തരികയും ചെയ്തപ്പോൾ ഞങ്ങളൊക്കെ സുവിശേഷ പ്രവർത്തകരായി മാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് തീർച്ചയായും ഒരു വേർപെട്ട ഞങ്ങളുടെ ഒരു സഹോദരന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ കത്തിപ്പാറയിൽ നിന്നും ചേലച്ചുവട്ടിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തു തന്ന കാലഘട്ടത്ത് ഞങ്ങളുടെ പ്രദേശത്തിന് ഞങ്ങളുടെ ഇടവകയ്ക്കൊക്കെ ഒരു മുതൽക്കൂട്ടായിട്ട് നിന്നൊരു മനുഷ്യനായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലൊക്കെ യോഗങ്ങൾ പ്രസംഗിക്കുമായിരുന്നു. ദുഃഖ വെള്ളിയാഴ്ചയിലൊക്കെ അച്ഛന്മാരെ ക്ഷീണിച്ച് മടുത്തു കഴിയുമ്പോഴൊക്കെ വചനം സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായിരുന്നാലും അദ്ദേഹം ഞങ്ങൾക്കും ആ പ്രദേശത്തുകാർക്കൊക്കെ ചെയ്ത ആ വലിയ നന്മകളെ ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ നാളുകൾക്കും ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, എൻ്റെ പേര് ജേക്കബ് ഇട്ടൂപ്പ് എന്നാണ്. അടിമാലിക്കാരനാണ്. സ്റ്റീഫൻ ചേട്ടനുമായിട്ട് ഹൈ റേഞ്ച് മുതലുള്ള ഒരു ബന്ധമാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. പതിവായി അവർ കാണുകയും സംസാരിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ തീഷ്ണതയിൽ അദ്ദേഹം വളരെ വിപ്ലവകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കേരള ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം. കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വെള്ളത്തോൾ സ്റ്റീഫന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം വടാട്ടുപാറയിൽ വന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ കാണുകയും സുവർണരേഖ എന്ന എഴുത്ത് കൂട്ടായ്മയിൽ ഇവിടെ അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത് വെള്ളത്തോൾ സ്റ്റീഫനെ ഇനിയും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ ധൈഷണികമായ കഴിവുകളെ കേരള സമൂഹം വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല, മുഴുവനായി അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വേണു വളരെ ദീർഘമായി അല്ലെങ്കിൽ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമ്മളോട് പറഞ്ഞു. ഇനി അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വെള്ളത്തോൾ സ്റ്റീഫനെ കുറേ കൂടി ആഴത്തിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ ജയിലിൽ ഉണ്ടായിരുന്ന 15 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം വായിച്ചു കൂട്ടിയതും എഴുതി കൂട്ടിയതുമായ കാര്യങ്ങൾ ഇനിയും ഈ പുരയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടെടുത്ത് എഡിറ്റ് ചെയ്ത്
പ്രസിദ്ധീകരിക്കുവാൻ കേരളത്തിലെ മാധ്യമ ലോകം ശ്രദ്ധിക്കണമെന്നുള്ള വീക്ഷണത്തിൻ്റെയൊക്കെ കറസ്പോണ്ടൻ്റ് ഇവിടെ ഉള്ളപ്പോൾ കുര്യാക്കോസേട്ടനൊക്കെ ഉള്ളപ്പോൾ എനിക്കത് പറയാനുള്ളതാണ്. സുവർണരേഖയുടെ പ്രസിഡന്റ് ഇവിടെയുണ്ട്, ബാബുചേട്ടനൊക്കെ ഉണ്ട്. 100ഓളം പുസ്തകങ്ങൾ ആ വേദിയിൽ പ്രസിദ്ധീകരിച്ചതാണ്. വെള്ളത്തോൾ സ്റ്റീഫനെ പോലുള്ള ആളുകളുടെ കൃതികൾ വെളിച്ചം കാണുവാൻ, മഷി പുരളുവാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് സുഹൃത്തുക്കളോട് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. എനിക്ക് ഏറ്റവും കൃത്യമായി തോന്നിയത്, ഇദ്ദേഹം ഒരു വിപ്ലവകാരിയോ സുവിശേഷ പ്രസംഗകനോ എന്ന നിലയിലല്ല ഞാൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു ഇദ്ദേഹം. ഉന്മൂലന സിദ്ധാന്തം ശരിയായിരുന്നോ അല്ലയോ എന്ന ഒരു താത്വിക അവലോകനത്തിനൊന്നും ഞാനില്ല, അതിനെനിക്ക് പ്രാപ്തിയില്ല. ഒരു പക്ഷേ ജോസഫ് സാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അന്ന് ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് അദ്ദേഹം പിന്നീട് കാലത്ത് ചിന്തിച്ചിട്ടുണ്ടാവാം. ജോസഫ് സാറ് ചിലപ്പോൾ ഒരു നിഷ്കളങ്കരായ മനുഷ്യനായിരുന്നിരിക്കാം. ആണ് ഹൈ റേഞ്ചിൽ അറിയപ്പെടുന്ന, വെള്ളത്തൂരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ ഒരു വ്യക്തിയെ നിഷ്കാസനം ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകും എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥ ബൂർഷ എന്ന് പറയുന്നത് വെള്ളത്തൂരിലെ ജോസഫ് സാർ അല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ വേണു പറഞ്ഞതുപോലെ, അല്ലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞതുപോലെ, ഉത്തരേന്ത്യയിലൊക്കെ നിലവിൽ ഉള്ള സാഹചര്യത്തിൽ ജന്മികളെ, വലിയ ബൂർഷകളെ ഈ ലോകത്തിൽ നിന്ന് നീക്കേണ്ടത് ചിലപ്പോൾ അവിടുത്തെ സാഹചര്യത്തിൽ ആവശ്യമായിരിക്കാം. പക്ഷേ കേരള സമൂഹത്തിൽ, കേരളത്തിൻ്റെ തനതായ സവിശേഷതയിൽ ആ ഒരു സിദ്ധാന്തത്തിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ശ്രീ വെള്ളത്തോൾ സ്റ്റീഫൻ പിൽക്കാലത്ത് ബൈബിളിലേക്ക് തിരിഞ്ഞത്. ഒരു വായനക്കാരനെന്ന നിലയിൽ അദ്ദേഹം ആഴത്തിൽ ഈ വേദപുസ്തകം പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രസംഗങ്ങൾ ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ പാസ്റ്റർമാരുടെ പോലെയോ അല്ലെങ്കിൽ പള്ളിയിലച്ഛന്മാരുടെ പോലെ ആയിരുന്നില്ല. യേശു ക്രിസ്തു എന്ന് പറയുന്ന വിപ്ലവകാരിയെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ വെള്ളത്തോൾ സ്റ്റീഫൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാവപ്പെട്ടവന് വേണ്ടി, അധസ്ഥിതർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ഒരു നേതാവായിരുന്നല്ലോ അദ്ദേഹം. ആ സരണിയിൽ തന്നെ അദ്ദേഹവും ആ കാഴ്ചപ്പാടോടുകൂടി തന്നെ സമൂഹത്തിൽ പാവപ്പെട്ടവന് വേണ്ടി അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിലകൊണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, വടാട്ടുപാറയിൽ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ഒരു മകളെ വിവാഹം കഴിച്ചു വിട്ട വീട്ടിൽ മകളുടെ അച്ഛനെ ഏത് രീതിയിൽ സ്വീകരിക്കണം എന്നുള്ളതിന് മാതൃകയാണ് ഈ കുടുംബം. ഈ ടിജോയോടൊക്കെ നമ്മൾ പലരുടെയും ഫോട്ടോയൊക്കെ വെച്ച് കൈ തൊഴാറുണ്ട്, നമിക്കാറുണ്ട്. ടിജോയുടെ വീട്ടുകാരെ നമ്മൾ നമിക്കണം. കാര്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ചേർത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി കൈക്കൊണ്ട വീടുകളുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷേ ഈ നാട്ടിൽ വന്ന് വടാട്ടുപാറയിൽ ഒരു അന്തരീക്ഷത്തിൽ വന്നിട്ട് ടിജോയുടെ വീട്ടുകാരും ഈ മോളും ഒക്കെ കൂടി സഹകരിച്ച് അദ്ദേഹത്തെ അച്ഛനെന്ന നിലയിൽ, മുത്തച്ഛനെന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ വളരെ സ്നേഹപൂർവ്വം ആരാധനയോടെ കൈക്കൊണ്ട് വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തെ ശുശ്രൂഷിച്ച കഥ ഞാനിവിടെ വന്ന്, ഞാനും ഒരു ബാബു ഇരുമല, കെ പി കുര്യാക്കോസ്, ഞങ്ങൾ സുവർണരേഖയുടെ പ്രവർത്തകർ പലപ്പോഴും ഇവിടെ വരാറുണ്ട്, വന്ന് കണ്ടിട്ടുള്ളതാണ്. അത് വേറെ സാക്ഷ്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വൃദ്ധരായ മനുഷ്യരോട്, പ്രായം ചെന്നവരോട് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ വീട്ടിൽ കൈക്കൊള്ളണം, അവരെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളതിന് ഒരു മാതൃകയാണ് ടിജോയുടെ വീട്ടുകാർ. അദ്ദേഹം എനിക്ക് എൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചു തരുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ കാരണവന്മാരെ, നമ്മുടെ വൃദ്ധജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനൊരു മാതൃക കൂടിയാണ് ഈ വടാട്ടുപാറയിലെ ടിജോയും കുടുംബവും ഈ നാട്ടുകാരും. ഈ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ബസ് ഓടിക്കുന്നവരൊക്കെ എത്ര സ്നേഹപൂർവ്വമാണ് ഇവിടെ വന്നാൽ നമ്മളോട് ഇടപെടുന്നത്, ഈ മനുഷ്യരോട് പെരുമാറുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ നമ്മുടെ പഴയകാല വിപ്ലവകാരികളെ ഒക്കെ അവഗണിക്കേണ്ടവരല്ല, അവരെ നമ്മൾ കൈക്കൊള്ളേണ്ടവരാണ്, അവരെ നമ്മൾ സ്വീകരിക്കേണ്ടവരാണ്. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ വലിയൊരു പ്രസംഗത്തിൻ്റെ ഒരു അവസരമല്ലെന്ന് എനിക്കറിയാം. അദ്ദേഹത്തുള്ള സ്നേഹവും ബഹുമാനവും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സുവർണരേഖ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയും, കേരളത്തിലെ എഴുത്തും വായനയും അറിയാവുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ബഹുമാനവും ആദരവും അർപ്പിക്കുന്നു. റെഡ് സല്യൂട്ട് ടു കോമ്രേഡ്. കൂടെ ഉണ്ടായിരുന്നവരെ
പൊതുവെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിയോഗം എന്നുള്ളത്. ഇതിപ്പോൾ ഒരു നിയോഗമായിട്ട് തന്നെ എടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുപ്പാറയിൽ നിന്ന് വന്ന സത്യൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വൈകാരിക വിശുദ്ധത കൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ മാറിയതുകൊണ്ട് മാത്രം ഈ ഒരു നിയോഗം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ അദ്ദേഹം ജനിച്ച കുത്തുവാറ് ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ച വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ജന്മം കൊണ്ട വ്യക്തിയാണ് ഞാൻ. കുറച്ച് പേര് ആരെങ്കിലും കേട്ട് കാണുമായിരിക്കും. ആ പേര് സായി പൂത്തോട്ട എന്ന നിലയിൽ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഈ കിടക്കുന്നൊരു വ്യക്തി, ഈ വ്യക്തിയുടെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിൽ വലിയ കൂട്ടായിരുന്നു. അതൊരു ദൈഷ്ണികമായ ഒരു മേഖലയിൽ കൂടി വിചാരിച്ചതാണ് ഞങ്ങളൊക്കെ വിളിക്കുന്ന പേപ്പർസ് കറിയ എന്ന് വളരെ സ്നേഹത്തോടുകൂടി വിളിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അന്ന് അവിടെ ഒരു പേപ്പർ ഷോപ്പ് നടത്തുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ പേപ്പറുകളും ആ കാലഘട്ടത്തിൽ വെള്ളത്തൂർ ആദ്യം വരുന്നത് പേപ്പർസ് കറിയ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ അടുത്താണ്. ചിലപ്പോൾ അദ്ദേഹം പകർന്നു കൊടുത്ത ഒരു ദൈഷ്ണികമായ ഒരു മൂല്യത്തിൽ നിന്നാവാം നമ്മുടെ ഈ സ്റ്റീഫൻ ചേട്ടൻ ഇങ്ങനെ പറയുന്നൊരു ബോധതലത്തിലേക്ക് അദ്ദേഹം ചേഞ്ച് ചെയ്തു. വെള്ളത്തൂർ എന്ന് പറയുന്നത് ദൈഷ്ണികമായിട്ട് വളരെയധികം ഒത്തിരി ആൾക്കാർ സംഭാവന ചെയ്ത സ്ഥലമാണ്. പല രൂപത്തിൽ ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ വിപ്ലവകരമായ ഒരു ദൈഷ്ണികതയുടെ ഒരു അവസാന വാക്കാണ് നിങ്ങൾ എല്ലാവരും ശ്രേഷ്ഠിക്കുന്നത് ഈ വെള്ളത്തൂർ സ്റ്റീഫൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. നിങ്ങളെ ഇദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ശ്രീ കോനാട്ട് നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ കോനാട്ട് പബ്ലിക്കേഷൻ ഇറക്കിയ തുറങ്കറകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകങ്ങൾ ഈ സ്റ്റീഫൻ ചേട്ടൻ ആരാണ് എന്നറിയാനും ഈ സ്റ്റീഫൻ ചേട്ടൻ ചരിത്രത്തിൽ എന്താണ് അവശേഷിപ്പിച്ചതെന്നറിയാനും നിങ്ങളൊക്കെ നിർബന്ധമായിട്ടും ആ പുസ്തകം ഒന്ന് വായിക്കണം. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകത്തെക്കുറിച്ചൊരു നിരൂപണം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി. അപ്പോൾ അത് എങ്ങനെയോ വട്ടം ചുറ്റിക്കഴിഞ്ഞ് നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ നടത്തിയിരുന്നു. സ്റ്റീഫൻ ചേട്ടൻ അത് വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ സത്യൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. സത്യൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ സ്റ്റീഫൻ ചേട്ടൻ്റെ നമ്പർ മേടിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. അദ്ദേഹം അവിടെ ഒരു തയ്യൽ കട ഇട്ട് ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ തന്നെ ഒരു അരമണിക്കൂർ നേരം അതിനെ സംബന്ധിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. 3 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ 3 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സായി പൂത്തോട്ട എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കയറിയിട്ട് വെള്ളത്തൂർ സ്റ്റീഫൻ്റെ ആ കുറിപ്പ് നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഇതിന് വന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കും. ആ കമൻറ്റുകളിൽ ഒരു 70% നെഗറ്റീവ് കമൻറ്റുകളാണ്. നെഗറ്റീവ് കമൻറ്റുകൾ എഴുതുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ അടിയുറച്ച് ചൂടുറച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യക്തിയുടെ കിടപ്പിൻ്റെ മൂല്യം മനസ്സിലാവും. നമ്മൾ ഒത്തിരി മരണാനന്തര ചടങ്ങുകൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി മരണാനന്തര ചടങ്ങുകളിലെ സംഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മരണാനന്തരത്തിൽ നടത്തപ്പെട്ട ഈ സംഭാഷണം തന്ന മൂല്യം എൻ്റെ ജീവിതത്തിൽ ഈ 55 വയസ്സിനിടെ ഞാൻ മറ്റൊരിടത്തും ഫീൽ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എനിക്ക് ചുറ്റും ദാരിദ്ര്യമൊന്നുമില്ല, പട്ടിണിയില്ല. എന്നെ സംബന്ധിച്ച് ജാതീയപരമായ ഒരു തിരസ്കൃതം ഒന്നും അനുഭവിച്ചു പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എങ്കിലും ഈ സ്റ്റീഫൻ ചേട്ടനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരനുഭവിച്ച വേദന, ഇവരനുഭവിച്ച ദുരന്തം, ഇവരനുഭവിച്ച യാത്രകൾ, ഇവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, ഇതെല്ലാം ഇവർ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് കാണുന്ന ഈ സുഭിക്ഷതയുടെ ബാലപാഠത്തിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരനുഭവിച്ച വേദനയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സുഭിക്ഷത. ചിലപ്പോൾ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അന്ന് വന്നിരിക്കുന്ന ഏതെല്ലാം രൂപത്തിലുള്ള തിരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അറിയാമോ? ആ തിരസ്കാരങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഏറ്റവും നല്ല തീമായിരുന്നു നക്സലിസം. അതിലേക്ക് അന്ന് ഒത്തിരി പേര് ആകർഷിക്കപ്പെടുന്നു. ഇന്ന് നിന്ന് നോക്കുമ്പോഴാണ് അത് തെറ്റായിട്ട് തോന്നുന്നത്. ആ കാലഘട്ടത്തിൽ അത് ശരിയായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ചില, ഞാനിപ്പോൾ തന്നെ ഇവിടെ ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞ പോലെ ഞാനിവിടെ പലരോടും പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ പോലെയുള്ളവർ, ഇപ്പം നമ്മുടെ ഫിലിപ്പൻ പ്രസാദിനെ പോലെയുള്ളവരും ഇത് ഒരു കാലഘട്ടത്തിൽ ആത്മീയതയിലേക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ അടിയുറച്ച് അന്ന് ഇന്നും പറയുന്നൊരു വ്യക്തിയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ഡൈവേർഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സുവിശേഷത്തിലേക്ക് പോയത് തെറ്റായിരുന്നു എന്ന് തന്നെ ഞാനിവിടെ ഇന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വൈകാരിക പ്രക്ഷുബ്ധത കൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പോയതായിരിക്കും.
അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതായ ഒരു തെറ്റ്. ബാക്കിയൊക്കെ എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ സമൂഹത്തിൽ നേടിയ ഈ നേട്ടം കൊണ്ടും നോക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച ഈ ജീവിതവും അദ്ദേഹം ആവിഷ്കരിച്ച ജീവിതവും അദ്ദേഹം നമുക്ക് വേണ്ടി അനുഭവിച്ച സങ്കടവും ദുഃഖങ്ങളും എല്ലാം ശരിയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വിട പറയുന്ന ഈ നിമിഷം ഇവിടെ കൂടിയ ഇത്രയും ജനങ്ങൾ ഇന്ന് ഇതെല്ലാം മറന്ന് ന്യൂസ് കൊടുത്ത പത്രമാധ്യമങ്ങൾ, അത് പത്രമാധ്യമങ്ങളെക്കുറിച്ച് ഞാനെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ പത്രങ്ങൾ നോക്കുമ്പോൾ അവർക്കൊന്നും ഇത് വലിയ വാർത്തയായിട്ട് ഫീൽ ചെയ്തത് അവരുടെ ഉൾപേജിലെ ഒരു സാധാരണ വാർത്തയായിട്ടാണ്. എന്തുകൊണ്ടാണ് വെള്ളത്തോൾ സ്റ്റീഫൻ്റെ ഇമ്പോർട്ടൻസ് അവർ ഇന്ന് ഉൾപേജിലേക്ക് കൊടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ വാർത്ത ഉൾപേജിലേക്ക് കൊടുത്ത പത്രമാധ്യമങ്ങൾ ഇവരോടെല്ലാം ഇദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നല്ലൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉത്തമമായിട്ട് വിശ്വസിക്കുന്നത്. അച്ഛൻ്റെ കൂട്ടുകാരൻ കറിയാച്ചേട്ടൻ പോയതുപോലെ തന്നെ അവർ 2 മക്കളാണ് ഞാൻ, തൊട്ടടുത്ത വീട്. അപ്പോൾ എനിക്കുള്ള ഒരു ആത്മബന്ധവും കൂടി വളരെ വലുതാണ്. അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ്. എൻ്റെ അമ്മ, ഞാൻ എൻ്റെ പെരേടത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 8ാം ക്ലാസ്സിലോ 9ലോ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ വാതിൽ തുറന്ന് വരുമ്പോൾ മുറ്റത്ത് അമ്മ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ നിന്ന് ചോദിക്കുന്നത്, അമ്മ ഇതാരാണ്? അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കാണ്, മോനെ ഇതാണ് വെള്ളത്തോൾ സ്റ്റീഫൻ. പെട്ടെന്ന് എനിക്ക് ഒരു ഫീലായിരുന്നു. അത് നമുക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അനുഭവിച്ച ആ ഒരു ഫീൽ എനിക്കുണ്ട്. അദ്ദേഹം എന്നിട്ട് ഒരു ചിരിയോട് കൂടി നിന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജേക്കബ് സാറ് പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ബേസിക്കലി അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അദ്ദേഹം ഈ വിപ്ലവത്തിലേക്ക് പോയത് മനുഷ്യ സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു വിചാരം കൊണ്ടാണ് അദ്ദേഹം പോയത്. അല്ലാതെ ഇതൊരു തെറ്റായിട്ട് ആരും വ്യാഖ്യാനിക്കാതിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തലം അവരൊക്കെ പ്രതീക്ഷിച്ച തലത്തിലാണ്. അതുകൊണ്ട് ആ യാത്രയെ നമുക്ക് ധന്യമായിട്ട് യാത്ര അയക്കാം. എല്ലാവിധ അനുശോചനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പുരോഹിതന്മാരാരുമില്ല. ഇതുപോലൊരു മരണാനന്തര ചടങ്ങിൽ ഒരിക്കൽ പോലും നമ്മളാരും പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഈ മരണാനന്തര ചടങ്ങ് ഇങ്ങനെ ആയാലോ എന്ന് ഞാൻ പ്രിയപ്പെട്ട സത്യൻ കോനാട്ടുമായിട്ട് ചോദിക്കുകയായിരുന്നു. എന്തായാലും വളരെ ഈ അവസരത്തിൽ അത് വളരെ കൃതാർത്ഥനാണ്. ഇരിപ്പിലും നടപ്പിലും മട്ടിലും ഭാവത്തിലും രൂപത്തിലും മണത്തിലും ഗുണത്തിലും ഒക്കെ മനുഷ്യർ വ്യത്യസ്തരാണ്. ചില ആശയങ്ങളോട്, ചിലപ്പോൾ ചില ആളുകളുടെ ചില ആശയങ്ങളോട് നമുക്ക് യോജിക്കാനും കഴിയില്ല. പക്ഷേ വെള്ളത്തൂവൽ സ്റ്റീഫൻ ചേട്ടനെ അടുത്ത് അറിയുന്ന ആളുകൾ മാറി നിന്ന് അദ്ദേഹത്തെ ഒരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്ന പേര് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയപ്പാടായിരുന്നു. വലിയൊരു ഭീകരനാണ് അദ്ദേഹം എന്ന ചിന്തയായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ ആത്മമിത്രം സത്യൻ കോനാട്ട്, ഞാൻ വീട്ടിലേക്കൊന്ന് വരികയാണ്, എൻ്റെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ വരൂ ആരാണ് കൂടെയുള്ളത്? അത് വെള്ളത്തൂവൽ സ്റ്റീഫനാണ്. ഞാൻ ഞെട്ടി. ഞാനെങ്കിലും പറഞ്ഞു പോരെ. അവിടെ വന്നിരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഈ കോനാട്ട് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകം, അതിൻ്റെ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളൊക്കെ ഇടപെട്ടു. അപ്പോഴാണ് എനിക്ക് വെള്ളത്തൂവൽ സ്റ്റീഫൻ ചേട്ടനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടി ആ കാലഘട്ടത്തെ വെച്ചിട്ടല്ല നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നതെന്നുള്ളതാണ് വലിയൊരു സത്യം. സായി പൂന്തോട്ടം പറഞ്ഞ പോലെ ആ കാലഘട്ടം ഇടുക്കിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഉടുക്കാൻ തുണിയില്ല, കിടക്കാൻ കുടിയിലില്ല, കുടിക്കാൻ ഒരു തുള്ളി കഞ്ഞിനീരില്ല, ഹരിയെന്ന് വായി തുറന്ന് പറയുവാൻ അറിയില്ല, കരയുവാൻ പോലും കാര്യവിവരമില്ലാത്ത ഒരു പറ്റം മനുഷ്യർ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ 25-50 രൂപയ്ക്ക് ആളുകൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് കണ്ടത്തിലൊക്കെ പണിയെടുക്കുമ്പോൾ, കുളമ്പക്കണ്ടങ്ങളാണ്, അവർ കൂലി ചോദിച്ചാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ കുളമ്പക്കണ്ടത്തിൽ ചവിട്ടി താഴ്ത്തുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ചില ശരിതെറ്റുകളുണ്ടാകാം. എന്തുമാകട്ടെ, അദ്ദേഹത്തെ കൂടുതൽ പഠിക്കണം, അദ്ദേഹത്തെ അറിയണം, അദ്ദേഹത്തെ വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അദ്യാഞ്ജലികളും അർപ്പിക്കുന്നു. വീട് അടിമാലിയാണ്. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഒരുമിച്ച് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സഖാവ് വെള്ളത്തൂവൽ സ്റ്റീഫനാണെങ്കിൽ എൻ്റെ അച്ഛൻ കത്തിപ്പാറ കുഞ്ഞപ്പൻ, PK കുഞ്ഞപ്പൻ, പഴയ ആളുകൾ അറിയുന്നവർക്കറിയാം. സഖാവിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് വള്ളിനിക്കർ ഉടുപ്പ് തയ്ച്ച് എന്നാണ് അടിമാലിയിൽ. എൻ്റെ അച്ഛൻ്റെ വെള്ളത്തൂവൽ, അന്ന് അടിമാലി പോലീസ് സ്റ്റേഷനില്ല, വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ തീവ്രമായ പോലീസ് പീഡനം അനുഭവിച്ച ആളായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ്റെ അപ്പം ഉണ്ടായിരുന്നത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കണ്ണുനീര് മാത്രമാണ് സങ്കടത്തിന്. AV ആരിനും വാഴൂരിനും
KPR മോഹൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ യാത്ര ഒരുമിച്ച് യാത്ര ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്ന് അദ്ദേഹത്തെ ഇതിരുന്നു. അദ്ദേഹവുമായിട്ട് ഒരു കാലത്ത് വ്യവസ്ഥയോട് അടിമുടി കലഹിക്കുകയും പോരാടുകയും ചെയ്ത ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുത്തിട്ട് മഹാനായ നേതാവാണ് കിടക്കുന്നത്. പിൽക്കാലത്ത് അദ്ദേഹം വേറെ പാതയിലേക്ക് പോയിട്ടുണ്ടാകാം. പക്ഷെ ആ പേരിൽ തന്നെ ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ പേര് കേട്ട് ഞങ്ങൾ വളർന്നു നിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചൊരു മഹാനായ നേതാവാണ് ഇത് കിടക്കുന്നത്. അദ്ദേഹത്തിന് മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു പാർട്ടി പ്രവർത്തകർ നിലയിൽ. ഇതിലൂടെ കൊണ്ടുവരാൻ പോകുന്ന പ്രൊഡ്യൂസർ അരുണാണ്, ഡയറക്ടർ അരുണാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനായിട്ടുള്ള സന്തോഷ് എച്ചിക്കാനമാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തിരക്കഥകളെല്ലാം പൂർത്തിയായി. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആസിഫ് അലിക്ക് തിരക്കഥ കൈമാറുകയും ഒക്കെ ചെയ്ത് സിനിമയുടെ നടപടിക്രമങ്ങളിലാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ആസിഫ് അലി എന്ന നായകനിലൂടെ നമുക്ക് വെള്ളത്തോൾ സ്റ്റീഫനെ വീണ്ടും കാണാൻ പറ്റും. അതിൻ്റെ ഡയറക്ടറെ അരുണിനെ ഒന്ന് ജസ്റ്റ് ഞങ്ങളെപ്പോലുള്ള പുതു തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം ജീവിതം പ്രത്യേകിച്ച് ഒരു യുവത്വത്തിലേക്ക് കടന്ന ആ ഒരു കാലത്ത് തന്നെ അനീതിയോട് നിരന്തരമായി പടവെട്ടിക്കൊണ്ടാണ്, കോട്ടയത്താണ് ജനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പിന്നീട് വെള്ളത്തൂരിലേക്ക് കുടിയേറുകയും ഭരണകൂട ഭീകരതയ്ക്കെതിരായി കേരളത്തിൽ നടന്നിട്ടുള്ള നക്സൽ മുന്നേറ്റങ്ങളിൽ അതിൻ്റെ ഒരു മുന്നണി പോരാളിയായി പ്രവർത്തിച്ചൊരു വ്യക്തിത്വമാണ്. പിന്നീട് നിരവധിയായ വർഷങ്ങളോളം ജയിൽവാസവും കൊടിയ പീഡനങ്ങളുമെല്ലാം നേരിടുമ്പോഴും അനീതിക്കെതിരായി അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടുള്ള അടിയുറച്ച ശബ്ദമായി കേരളത്തിലെ നക്സൽ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു മുൻനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു യുഗത്തിൻ്റെ അന്ത്യം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ ആ ഒരു യുഗത്തിൻ്റെ അന്ത്യം എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു. വടാട്ടുപാറയിൽ മകളുടെ ഭവനത്തിൽ കഴിയുന്ന വേളയിലാണ് ഇവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചരിത്രമെന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു യുഗത്തിൻ്റെ അന്ത്യമെന്ന് പറയാൻ കഴിയുന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര, അതിൻ്റെ അവസാനം ഈ കോതമംഗലത്ത് വടാട്ടുപാറയിലാണ് എന്നുള്ളത് കോതമംഗലത്തുകാരെ സംബന്ധിച്ച് അദ്ദേഹം ആ ഒരു അനീതിക്കും അക്രമങ്ങൾക്കുമൊക്കെ എതിരായി, അല്ലെങ്കിൽ അനീതിക്കും തെറ്റുകൾക്കുമൊക്കെ എതിരായി നിരന്തരമായി അദ്ദേഹം ശബ്ദിച്ചു കൊണ്ടിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഇവിടെ സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരുമൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി സഖാവ് വെള്ളത്തൂവൽ സ്റ്റീഫൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.